പെട്രോളിലും എത്തനോൾ മാത്രമല്ല, നമ്മൾ ഡിറ്റർജന്റ് അടക്കം മിക്സ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പെട്രോൾ പമ്പ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ട്? എല്ലാ കടയിലും പെട്രോൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ ആവശ്യപ്പെടുന്നവർക്കൊക്കെ പെട്രോൾ പമ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്താ കൊടുക്കാത്തത്? ചെറിയൊരു കിയോസ്ക് വെക്കുക, ഇഷ്ടമുള്ളവർക്ക് വന്ന് അടിച്ചിട്ട് പോകുന്ന രീതി പെട്രോളും ഡീസലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്തുകൊണ്ടാണ് ഇപ്പോ എത്തനോൾ വളരെ ഡിസ്കഷനിൽ വരുന്നത്? നമുക്ക് ഓയിൽ തരുന്ന റഷ്യ, നമുക്ക് ഓയിൽ തരുന്ന ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ, അവയൊക്കെ നാളെ പ്രശ്നങ്ങളിലായാൽ, ഇതിനൊക്കെ വേറെ ആരെങ്കിലും കൺട്രോളിൽ പോയാൽ, അതിന്റെ കാശ് വല്ലാണ്ട് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനാണല്ലോ. അതിന് പകരം കൃഷി ചെയ്യുന്നത് ഓയിൽ ഉണ്ടാക്കാനാവുന്ന ഒരു കാലം വരിക എന്ന് വിചാരിക്കും. നമ്മൾ എത്രയോ സ്ഥലം വേസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. എ ഡേ വിൽ കം, ന്യൂക്ലിയർ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പവർ. നമസ്കാരം TPS. ഈ എഥനോൾ ആയിരിക്കുമോ ഇനി ഒരു ഫ്യൂച്ചർ ഫ്യൂവലായിട്ട് ഇന്ത്യയിൽ മാറാൻ പോകുന്നത്? നമ്മൾ ഈ ഫുഡ് ടു ഫ്യൂവൽ, ഇപ്പോൾ അടുത്ത കാലത്ത് ജർമ്മനിയിലെ യാത്ര ചെയ്ത സമയത്ത് കുറേ ഫീൽഡുകളുണ്ട്. അപ്പോൾ ആ ഫീൽഡുകൾ ഇത്രയൊക്കെ ഗോതമ്പ് കൃഷി എന്തിനാന്ന് ചോദിച്ചു പറഞ്ഞു, ഇത് ഭക്ഷ്യത്തിന് ആവശ്യത്തിനല്ല, ഫ്യൂവലിനാണെന്ന്. വലിയൊരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിയത്. ഈ ഫെർമെൻറ്റേഷൻ വെച്ചിട്ട് ഏത് സാധനയും നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് മൊളാസിസിൽ നിന്ന് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടാക്കുന്ന കെമിസ്ട്രിയാണ് എത്തനോൾ. കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കി കുറച്ചും കൂടി അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഫെർമെൻറ്റ് ചെയ്ത എത്തനോളായിട്ട് മാറും. അതൊക്കെ എനർജിയാണ്. സ്പിരിറ്റും ഉണ്ടാവും. അതൊക്കെ എനർജിയാണ്. സ്പിരിറ്റ് ഫ്യൂവലാണ് ഏറ്റവും നല്ല. നമ്മൾ ലാബോറട്ടറിയിലൊക്കെ പെട്രോളിനെക്കാളും കൂടുതൽ നന്നായിട്ട് തെളിയുന്നതാണ്. പക്ഷെ പൂർണ്ണമായിട്ടും ഫ്യൂവൽ ഒഴിവാക്കാൻ പറ്റില്ല. പേഴ്സൻറ്റേജ് മാറ്റാം. ഇന്നത്തേതിലും പെട്രോളിലും എത്തനോൾ മാത്രമല്ല, നമ്മൾ ഡിറ്റർജന്റ് അടക്കം മിക്സ് ചെയ്യുന്നു പറയും. ഡിറ്റർജന്റ് ആയിട്ടല്ല, അതിന്റെ കണ്ടന്റ് അടക്കം. കാരണം ഈ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട്. കാരണം ഈ ഇതിനകത്ത് കമ്പസ്റ്റൻ എഞ്ചിനാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കമ്പസ്റ്റൻ എഞ്ചിൽ നല്ല ടെമ്പറേച്ചറിൽ ഒരു പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് അതിനകത്ത് നല്ല ഇഞ്ചക്ട് ചെയ്തിട്ട് ഫ്യൂവൽ കൊടുക്കുന്ന സമയത്ത് സ്പാർക്ക് കൊടുത്താൽ അത് കത്തും. എല്ലാ എഞ്ചിനും അങ്ങനെ, 4 സ്റ്റോക്കോ 2 സ്റ്റോക്കോ 1 സ്റ്റോക്കോ ആയിക്കോട്ടെ. ഒരു കമ്പസ്റ്റൻ എഞ്ചിനാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ആ കമ്പസ്റ്റൻ എഞ്ചിനിൽ കൊടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വിടുന്ന പ്രഷർ കൊണ്ടാണ് നമ്മുടെ മിഷൻ വർക്ക് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യാണ്. നമ്മൾ ആക്സിലറേറ്റർ ഏതെങ്കിലും കൊടുക്കുമ്പോൾ പറ്റും ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ കത്തുമ്പോഴാണ്, അതിനകത്ത് ബേസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ബേസ്റ്റ് ചെയ്യാണ്. ആ ബേസ്റ്റ് ചെയ്യുന്നതിന് ഫ്യൂവൽ വേണം. ആ ഫ്യൂവലിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഇഞ്ചക്ട് ചെയ്യണം. അതിൻ്റെ കണ്ടന്റ് മാറുമ്പോൾ എല്ലാ എഞ്ചിനും അതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും വ്യത്യാസം. ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്രോളിന് പറ്റില്ല, പെട്രോളിനൊന്നും ഡീസലിന് പറ്റില്ല. നമ്മൾ ജനറേറ്റേഴ്സ് ഇല്ലേ, ആദ്യം പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡീസലിലേക്ക്, പിന്നെ കെറസിനിൽ ഓടിക്കും, മണ്ണെണ്ണയിലേക്ക് മാറും. പക്ഷെ മണ്ണെണ്ണയ്ക്ക് പെട്രോളിലേക്ക് വില അതിപ്പോഴാണ്. അത് ചീപ്പറായിട്ടുള്ളൊരു കാലമുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രോസസ്സിങ്ങിൽ ഞാൻ ഈ റേഷൻ എന്ന് പറയുന്നത് പലതരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, സപ്ലൈ റെഡ്യൂസ് ചെയ്താൽ റേഷനായി, വില കൂട്ടിയാൽ റേഷനായി. ഒന്ന്, വില കൂട്ടിയാൽ റേഷനായി, എല്ലാവരും മേടിക്കില്ല. മൂന്നാമത്തെ റേഷൻ എന്താ അറിയോ? വില കൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും മേടിക്കില്ല, അതും റേഷനാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അവൈലബിൾ അല്ലാണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് പെട്രോൾ പമ്പ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ട്? എല്ലാ കടയിലും പെട്രോൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ ആവശ്യപ്പെടുന്നവർക്കൊക്കെ പെട്രോൾ പമ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്താ കൊടുക്കാത്തത്? ചെറിയൊരു കിയോസ്ക് വെക്കുക, ഇഷ്ടമുള്ളവർക്ക് വന്ന് അടിച്ചിട്ട് പോകുന്ന രീതി പെട്രോളും ഡീസലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ലാവിഷായിട്ട് ആൾക്കാർ ഉപയോഗിക്കും. അത്രയും കൊടുക്കാൻ ഗവൺമെന്റ് അടുത്തില്ല. അപ്പൊ പ്രൈസ് കൂട്ടണം. പ്രൈസ് കൂട്ടിയാൽ എന്ത് പറ്റും? അത്യാവശ്യമുള്ളവർക്ക് പോലും ആ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അപ്പൊ എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെയും കൂട്ടും. അതുകൊണ്ട് ഇതിനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് അത്യാവശ്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ എത്തനോൾ വളരെ ഒരു ഡിസ്കഷനിൽ വരുന്നത്? നമുക്ക് ഓയിൽ തരുന്ന റഷ്യ, നമുക്ക് ഓയിൽ തരുന്ന ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ, അവയൊക്കെ നാളെ പ്രശ്നങ്ങളിലായാൽ, ഇതിനൊക്കെ വേറെ ആരെങ്കിലും കൺട്രോളിൽ പോയാൽ, അതിൻ്റെ കാശ് വല്ലാണ്ട് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ബയോഫ്യൂവൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന്, എത്തനോൾ എന്ന് പറയുന്ന ബയോ ആണ്. അപ്പൊ നമുക്ക് എവിടെ പ്രൊഡ്യൂസ് ചെയ്യാം? രാജ്യത്ത്, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ എന്താ പറ്റുക? എന്തുകൊണ്ടാണ് ജർമ്മനിയിലെ കർഷകന്മാർ റിച്ച് ആവുന്നത്? അവിടെ ഫ്യൂവൽ ഉണ്ടാക്കുന്നത് അവരുടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന വീറ്റിൽ നിന്നാണ്.
ഓക്കെ. അപ്പൊ നാളെ കരിമ്പ് കൃഷി ചെയ്യുന്നവനും നാളെ പിന്നെ ഗോതമ്പ് കൃഷി, ഇതെല്ലാം എത്തനോളാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എത്തനോൾ ഉണ്ടാക്കാം. പക്ഷേ TPS ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഞാൻ US ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നമുക്ക് ബയോഡീസൽ ഉണ്ടാക്കാവുന്ന ഒരു എക്യുപ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ദിവസം 50 ലിറ്റർ 100 ലിറ്റർ ഉണ്ടാക്കാവുന്ന ഒരു കിയോസ്ക് പോലൊരു അതിനകത്ത് വെജിറ്റബിൾ ഓയിലോ വെജിറ്റബിൾ വേസ്റ്റോ ഇട്ടാൽ, certain ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ടാൽ 12 മണിക്കൂർ 14 മണിക്കൂർ കഴിയുമ്പം ഫെർമെന്റേഷൻ, ഡീസലും ഗ്ലിസറിനും രണ്ടുമാണ്. അത് ഡീസൽ അല്ല, ഡീസൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ. അതാണ് ഫുഡ് ടു ഫ്യൂവൽ. അല്ല, അത് തന്നെയാണോ ഈ എത്തനോൾ? അത് തന്നെയാണ്. അല്ല, ഈ പ്രോസസ്സിങ്ങിന് ഇപ്പൊ 700 കോടി. അതിൽ എന്തുകൊണ്ടാണ് കുറച്ച് ഡീസൽ ഇടുന്നതും കുറച്ച് പെട്രോൾ ഇടുന്നതും കുറച്ച് ഫ്യൂവൽ അതിനകത്ത് ആഡ് ചെയ്യുന്നത്? ആ ഗുണവും കൂടി ഉണ്ടാവാൻ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിന്റെ ഗുണവും കിട്ടും, അതിന്റെ കുറച്ചും കൂടി മിക്സ് ചെയ്യും. ബയോഡീസൽ എന്ന് പറയുന്നത് എത്തനോളാണ്. ഇത് എത്തനോളാണ്. അതൊക്കെ ബേസിക് കണ്ടന്റ് എത്തനോളാണ്. അതാണ് ഫ്ലെയിമബിൾ ആണ്, ഇൻഫ്ലെയിമബിൾ ആണ്. ഇത് ഉണ്ടാക്കുന്നത് ഈ അഗ്രികൾച്ചർ വേസ്റ്റ് കൊണ്ടാവണം. വെജിറ്റബിൾ വേസ്റ്റ്. അതിനായിട്ട് വേസ്റ്റ് ആണെന്നുള്ള ധാരണ വേണ്ട. അതിനായിട്ട് കൾട്ടിവേഷൻ തുടങ്ങും ഇപ്പൊ ആൾക്കാർ. ഞാനത് കണ്ടിട്ടാ പറയണത്. 2 ആഴ്ച മുമ്പ് ഞാൻ ജർമ്മനിയിലുള്ളപ്പോഴാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് വെജിറ്റബിൾ ഓയിൽ ആണെന്ന്. അതിന് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനാണല്ലോ. അതിന് പകരം കൃഷി ചെയ്യുന്നത് ഓയിൽ ഉണ്ടാക്കാനാവുന്ന ഒരു കാലം വരിക എന്ന് വിചാരിക്കാം. കാലം വരും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എത്രയോ സ്ഥലം വേസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ റെയിലുകളില്ലേ, ആ റെയിലിന് തൊട്ടടുത്ത് എത്ര വേസ്റ്റ് സ്ഥലം ഉണ്ടെന്ന് അറിയാം. നമ്മൾ പാട്ടത്തിനെടുക്കാൻ തുടങ്ങും. റെയിൽവേ ക്യാൻ ഗിവ് യു ഫോർ ലീസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ ഇതിനുപയോഗിക്കും. പക്ഷെ അതിന് ഏറ്റവും നല്ലോണം ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് കരിമ്പാണ്. നമ്മൾ ഗോതമ്പ് ഉപയോഗിക്കാം. പ്രോസസ്സിങ് ഡിഫറെൻ്റ് ആണ്. അപ്പൊ അതിനുള്ള പ്രോസസ്സർ വേണം, അതിനുള്ള എഞ്ചിൻ വേണം. അതാണ് ഈ പറയുന്ന E15, E25, E30 എന്നൊക്കെ പറയുന്നത്. അതിനുള്ള പൈപ്പുകൾ മാറ്റണം. അപ്പൊ നമ്മുടെ ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്ന അതേ പൈപ്പ് ഉപയോഗിച്ചിട്ട് പെട്രോളും ഡീസലും എഞ്ചിൻ മാറ്റുന്നത് പോലെ എത്തനോൾ കണ്ടന്റ് കൂടുന്നതിനുള്ള എഞ്ചിൻ മാറണം. അതുകൊണ്ട് ഇത് തന്നെ നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വണ്ടി കാണാം. അതുകൊണ്ടാണ് BMW ഒക്കെ ഇപ്പൊ പുതിയ മോഡൽ ഇറക്കും. എത്തനോൾ ഫ്രണ്ട്ലി വാഹനങ്ങൾ ഇറക്കാം. എത്തനോൾ ഫ്രണ്ട്ലി ആണ് ഇറക്കുന്നത്. ഈ എഞ്ചിനൊന്നും മാറുന്നില്ല, പൈപ്പുകൾ മാത്രം. അല്ല, നമ്മളിപ്പം എത്തനോളിന്റെ ഒരു കാലത്തെ പറ്റിയാണ് സതീഷ് ആദ്യം ചോദിച്ചത്. ഇപ്പം നമ്മൾ ഇന്ത്യ മുൻകൈ, ഇപ്പം എത്തനോൾ ഇമ്മീഡിയറ്റ് ആയി നമുക്ക് ഒരു സ്വിച്ചിങ്ങിന്, നമ്മളുടെ ഒരു ഫ്യൂവൽ കൺസംഷൻ്റെ സ്വിച്ചിങ്ങിന് എത്തനോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യ ദീർഘദൂരമായി കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ്. ഇപ്പം 2040 മുൻപ് ഇന്ത്യ വികസിത രാജ്യമാകാൻ ഉള്ള പ്രോസസ്സിൻ്റെ ഏറ്റവും മുൻപിൽ ഇന്ത്യ കാണുന്ന ഒന്ന് ലോകത്തിൻ്റെ എനർജി ഹബ്ബായി ഇന്ത്യ മാറുക എന്നുള്ളതാണ്. ഈ എനർജി ഹബ്ബായി ഇന്ത്യ മാറാൻ വേണ്ടി 10,000 കോടി രൂപകൾ ചെലവഴിക്കുന്നതും ഫോക്കസ് ചെയ്യുന്നതും എല്ലാം ഹൈഡ്രജൻ പ്ലാന്റുകളിലേക്കാണ്. ചീപ്പ് ആൻഡ് ദ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് എനർജി ഹൈഡ്രജൻ. എന്താണ് ഈ ഹൈഡ്രജൻ എനർജിയുടെ ഒരു സാധ്യത? എന്താണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ എല്ലാ എനർജി സോഴ്സുകളും ബയോഫ്യൂവൽസ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ പ്രതലം ഇപ്പം കംപ്ലീറ്റ് തരിശാണ്, കംപ്ലീറ്റ് ഡെസർട്ടാണ്. ഒരു കാലത്തുണ്ടായിരുന്ന കുറേ വെജിറ്റബിൾ ആയിട്ടുള്ള കുറേ മരങ്ങളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനടിയിൽ പോയിട്ട് അത് പ്രോസസ്സ് ചെയ്ത് വിട്ടിട്ട്, അതുപോലെ കടലിനടിയിലുണ്ടായിരുന്ന വെജിറ്റേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ഈ രൂപത്തിലേക്ക് മാറിയിട്ടുള്ളതാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന ഫ്യൂവൽ. ആ മരുഭൂമിയുടെ അടിയിലാണ് ഈ വെജിറ്റേഷൻ. അതാണല്ലോ ഫ്യൂവലായിട്ട് മാറുന്നത്. ബയോഫ്യൂവലാണ്. പണ്ട് ഇതെല്ലാം കാടുകളായിരുന്നിരിക്കണം. നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നമുക്കുള്ള ചില ഓയിൽ ഫീൽഡുകളുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ ആന നടന്നു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ താഴത്ത് എന്തോ ഒരു കറുത്ത സാധനം കണ്ടപ്പോഴാണ് ഇത് ഓയിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ പോയിട്ട് കുഴിച്ചു തുടങ്ങിയത്. അത് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല, നേരെ പ്രകൃതിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അത്രയും റിച്ചാണ്. ഇപ്പം അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഓയിൽ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വലിയ റിഫൈനറി ഒന്നുമല്ല. നമ്മളെ ഈ വെള്ളം പൈപ്പടിക്കുന്നത് പോലെ നാച്ചുറലി ഒരു സാധനം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്. അതാണ് കാലിഫോർണിയയിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയിൽ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഓയിൽ എന്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിൽ അതിനുള്ള എക്യുപ്മെന്റ് ഉണ്ട്. സംസ്കരിക്കൊന്നും വേണ്ട, അത് സംസ്കരിക്കണം. ക്രൂഡ് ഓയിൽ എനിക്ക് കിട്ടും. ആ ക്രൂഡ് ഓയിൽ കുറെ കൂടി പൊല്യൂഷൻ തരും. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബയോഫ്യൂവല് കുറച്ചും കൂടി പൊല്യൂഷൻ കുറക്കാം, ബെറ്ററാണ്. അതിനേക്കാളും കുറക്കാൻ പറ്റുന്നതാണ് ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ എനർജി തരുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ മാറുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഈ ഫോസിൽ ഫ്യൂവല് വേണ്ടാതെ വരുമായിരിക്കും. അല്ല, വേണ്ടാന്ന് വരുന്ന തരത്തിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ചെലവാണ് ഏറ്റവും കൂടുതൽ. അതിനെ കൺസർവ് ചെയ്ത് സൂക്ഷിക്കാനുള്ളതാണ് ഹൈഡ്രജന്. എല്ലാത്തിനും അതാണ്. ഇപ്പം ന്യൂക്ലിയർ അതിനേക്കാളും എഫിഷ്യൻ്റ് ആണ്. പക്ഷെ ന്യൂക്ലിയറിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ന്യൂക്ലിയർ ചീപ്പ് അല്ലല്ലോ.
ഇത് ചീപ്പാവും നമ്മൾ എത്രത്തോളം പ്രോസസ് ചെയ്യുന്നതനുസരിച്ചിട്ടല്ലേ. പിന്നെ ഈ വണ്ടികളെല്ലാം മാറണ്ടേ? ഈ പ്രൊഡക്ഷൻ കൂടുമ്പോഴല്ലേ കോസ്റ്റ് കുറയുക. ഇനി അതിനേക്കാളും വലിയ കുറഞ്ഞത് ഇതിനുണ്ടാവുന്ന വേസ്റ്റ് ബാക്കിയുള്ളവർക്ക് ഹാംഫുൾ ആകുമ്പോഴാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. ഇപ്പം നമ്മുടെ റിഫൈനറിൽ ഉണ്ടാവുന്ന പ്രോസസ്സിങ്, ക്രൂഡ് ഓയിൽ വലിയ പൈപ്പ് കൂടെ വരുന്നു. അത് ഹൈലി ഞാൻ പറഞ്ഞ നോൺ ന്യൂട്ടോണിയൻ ആയതുകൊണ്ട് പമ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം പൈപ്പ് ഇട്ടിട്ട് ഒഴുകി തുടങ്ങി അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് ഹൈറ്റിലേക്ക് ഒഴുകും ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ അങ്ങനെയാണ് ഇത് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ക്രൂഡ് ഓയിൽ മെഷീൻ നമ്മൾ റിഫൈനറി ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെറിയൊരു പ്രഷർ കൊടുക്കണം. അത് ചെറിയൊരു പ്രഷർ കൊടുക്കണം. അത് കാപ്പിലറി മോഷൻ ആണ്. ആ പൈപ്പിന്റെ ആ ഡയമീറ്ററിൽ ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒഴുകി ഇവിടെ എത്തുന്ന സമയത്ത് അതിന്റെ മെഷർമെന്റ് എടുക്കും. അപ്പൊ അതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അതിനെ ഡയലൂട്ട് ചെയ്യാനുള്ള കെമിസ്ട്രികൾ ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെ പ്രോസസ് ചെയ്ത് ഉണ്ടാവുന്നതിൽ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയോ? ഡീസൽ ഉണ്ടാവുന്നുണ്ട്, പെട്രോൾ ഉണ്ടാവുന്നുണ്ട്, സൾഫർ ഉണ്ടാവുന്നുണ്ട്, ടാർ ഉണ്ടാവുന്നുണ്ട്, തെർമോകോൾ ഉണ്ടാവുന്നുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ടാവുന്നു. ഏവിയേഷൻ ഫ്യൂവൽ, കെറോസിൻ, എല്ലാ സാധനവും ഇതിനകത്ത് നിന്നാണ്. അപ്പോൾ ഒരു റിഫൈനറിയിലെ പൈപ്പ് നമ്മളിപ്പോൾ പോയാൽ കാണാം കുറേ സൾഫർ കൂട്ടി വെച്ചിട്ടുണ്ടാവും. പുറത്തിങ്ങനെ കൂട്ടി വെച്ചിട്ട് കാണാം. ആ കൂട്ടി വെച്ചിട്ടുള്ളതൊക്കെ ഇതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്. ഈവൻ വിക്സ് പോലും എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന് അതിൻ്റെതായ ഗുണമുണ്ട്. അത് റീപ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് പുതിയ തരത്തിലുള്ള ഇൻവെൻഷൻസും പുതിയ തരത്തിലുള്ള കെമിസ്ട്രികളും പുതിയ തരത്തിലുള്ള മെക്കാനിസംസും പുതിയ തരത്തിലുള്ള നമ്മൾ എന്തുകൊണ്ടാണ് കെറസിൻ പണ്ട് വളരെ സുലഭമായിട്ട് കിട്ടുന്നത് എന്ന് കിട്ടാത്തത്? അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, കാരണം ഡിമാൻഡ് കുറഞ്ഞു. പണ്ട് കെറസിൻ എല്ലാ വീട്ടിലും വേണം. ഇന്ന് എനിക്ക് 1 ലിറ്റർ പെട്രോൾ പിന്നെ കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ 1 ലിറ്റർ കെറസിൻ കിട്ടാൻ പറ്റില്ല. അത് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റുന്നുണ്ടോ? നമ്മളാരും വിളക്ക് കത്തിക്കുന്നില്ലല്ലോ. പണ്ട് കാലത്ത് റേഷൻ ഷോപ്പില് നമുക്ക് 1 കിലോ പഞ്ചസാരയും 4 കിലോ പിന്നെ കെറസിനും കിട്ടിയിരുന്നു. ഇന്ന് എനിക്ക് ഒരു ലിറ്റർ കെറസിൻ വേണമെങ്കിൽ കിട്ടാൻ രക്ഷയില്ല. കിട്ടാനുള്ള അവൈലബിലിറ്റി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കെറസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ ഡീസൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ. അപ്പൊ പഴയ വിളക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കെറസിന് പകരം എനിക്ക് പെട്രോൾ ഇട്ടിട്ട് വിളക്ക് കത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്റെ വിളക്ക് മാറ്റണം. ഞാൻ ഈ ഒരു കാര്യം, ഇപ്പൊ ഹൈഡ്രജൻ, എന്തായാലും ഹൈഡ്രജനിലേക്കുള്ള ഇന്ത്യയുടെ ഒരു തുടക്കം ഇത് ഒന്നിലും നിൽക്കൊന്നുമില്ല. ഇത് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ സോളാർ, എന്തുകൊണ്ടാണ് കൊച്ചിൻ എയർപോർട്ട് സോളാറിൽ റൺ ചെയ്യുന്നത് മൊത്തം? അതാണ് അതിന്റെ അതിശയം. അപ്പൊ സോളാർ മതി. പക്ഷെ ആ സോളാർ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന പോലെ സോളാർ എനിക്ക് നോർത്ത് ഈസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നോർത്ത് ഈസ്റ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിലല്ല വരിക. അപ്പൊ അവിടെ ഫോൾഡബിൾ ആയിട്ടുള്ള നമ്മൾ ഈ യോഗ മാറ്റില്ലേ, അതുപോലെ റോൾ ചെയ്തിട്ട് ആൾക്കാർ കൊണ്ടുപോകും സോളാർ പാനൽ. എന്നിട്ട് അതിന് കണക്ഷൻ കൊടുത്തിട്ട് അങ്ങോട്ടും തിരിക്കും ഇങ്ങോട്ടും തിരിക്കും. സൂര്യൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കുറേ കാലം മുമ്പേ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഓരോരോ ആവശ്യത്തിന് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള ടെക്നോളജി മാറും, മെക്കാനിസം മാറും. വിൻഡുള്ളിടത്തല്ലേ വിൻഡ് ഉപയോഗിക്കാൻ പറ്റും, വേവ് ഉള്ളിടത്തല്ലേ വേവ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ മധ്യപ്രദേശുകാരനോട് വേവ് നിന്നുണ്ടാവുന്ന എനർജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ട്രാൻസ്മിഷൻ കോസ്റ്റ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്ഷൻ കോസ്റ്റിനെക്കാളും കൂടുതൽ എന്താണെന്നറിയോ? ട്രാൻസ്മിഷനാണ്. അത് ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഇപ്പൊ ജർമ്മനിയിലൊക്കെ 500 kV ആണ് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ 110 kV മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈൻ എന്ന് പറയുന്ന വലിയ പോസ്റ്റിൽ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, അത് 11 kV ലൈൻ എന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമാണ് നമുക്ക്. 500 kV ഉണ്ടല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ 500 kV, എൻ്റെ വീട്ടിനടുത്താണ് ഈ പവർ റിസർച്ച് സ്റ്റേഷൻ ഉള്ളത് ഹൈദരാബാദിൽ. അപ്പൊ ഇടയ്ക്ക് ബോംബ് പൊട്ടുന്ന ശബ്ദം കേൾക്കും. അപ്പൊ നമുക്കറിയാം ഇവര് 500 kV ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ലൈൻ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒച്ചയാണ്. അതിപ്പോ നമ്മളിവിടെ 500 kV ആവും. എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഹയർ ദ വോൾട്ടേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് കുറക്കാം. ഹൈറ്റ് കുറഞ്ഞ സമയത്ത് ട്രാൻസ്മിഷൻ നടത്തുന്ന സമയത്ത് എന്ത് പറ്റും? ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിഷൻ പോവും. അത് നമുക്ക് അവിടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ ഇതൊക്കെ എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി വിത്തൗട്ട് ദിസ് ലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടാണ്. ടെസ്ല അത് കണ്ടെത്തിയിരുന്നു. ചെറിയ ഇലക്ട്രിസിറ്റി ഒക്കെ പറ്റും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കൊണ്ടുപോകുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവണം, അല്ലെങ്കിൽ അവിടെയൊക്കെ ഇത് ലീക്കേജ് ഉണ്ടാവും. നമ്മൾ ഈ ഫോണൊക്കെ വയർലെസ് ചാർജ് ചെയ്യണോ? ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള സംഭവമല്ല വയർലെസ്. ഇപ്പോഴും വയറൽ തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് തൽക്കാലമൊക്കെ ചെയ്യാൻ പറ്റും. നിതിൻ ഗഡ്കരി വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നത് നൈട്രജനും ഹൈഡ്രജനും ഒക്കെ പറ്റും. നമ്മളിപ്പം ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. അല്ല, ഈ നൈട്രജൻ ഈ പമ്പിൽ അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റുമോ? അതോ ഇല്ല, അത് കംപ്രസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഗ്യാസ് ഗ്യാസ് കുറ്റി വീട്ടിൽ വരുന്നത് പോലെയാണ്.
നമുക്ക് മാറ്റി വയ്ക്കാം. അത് വളരെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിന്ന് നമ്മുടെ ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് അതുണ്ടാകുന്ന ഒരു ബേസ്റ്റിംഗ് ആണ് അതിന്റെ എനർജി. മൈനസ് 200 ഒക്കെ ആണെന്ന് വിചാരിച്ചോളൂ. കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ എനർജി കോൺസെപ്റ്റുകളെല്ലാം എല്ലാം മാറാൻ പോവാണ്. അതിന്റെ എഞ്ചിൻ മാറാൻ പോവാണ്. കാരണം ഇതിലൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻ ആണ് വലിയൊരു കൺസേൺ. 2 ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും ഇലക്ട്രിക് വെഹിക്കിളിന് ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന മിനറൽസും അതിലുപയോഗിക്കുന്ന കെമിസ്ട്രിയും അവൈലബിലിറ്റി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിമാൻഡ് അധികമായാൽ അതിൽ പിന്നെ എല്ലായിടത്തും വണ്ടി ഉണ്ടാവും, ബാറ്ററി ഉണ്ടാവില്ല. ആ ബാറ്ററി ലൈഫ് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യണ്ടേ? അതിന്റെ വേസ്റ്റ് എന്ത് ചെയ്യുന്നുള്ള വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇത് ചെറിയ ബാറ്ററി അല്ല, വലിയ സാധനമാണ്. പിന്നെ വീട്ടിൻ്റെ മുമ്പിലൊക്കെ കുറേ അത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നെ ഈ ഫ്ലോറിങ്ങിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ ആ ബാറ്ററിയുടെ വാളൊക്കെ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മാറുമ്പോഴത്തേക്ക് ഈ ഫ്യൂവൽ, മണി, പവർ, അപ്പോൾ ഈ പവർ സെൻട്രൽസ് മൊത്തം സ്വിച്ച് ഓവർ ചെയ്യാനുള്ള വ്യാപാര സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഈ ഗൾഫ് വാറാണ് ഇപ്പം എല്ലാവരുടെയും ഒരു വലിയൊരു കൺസേൺ ആയിട്ട് പറയുന്നത്. നമ്പർ 1. നമ്പർ 2, ഇലക്ട്രിക് വെഹിക്കിൾസ് വല്ലാണ്ട് വന്നു. ഇതിനെ എതിർക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇതിൽ ന്യൂക്ലിയർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുക. ഇപ്പൊ എൻ്റെ മകൻ ചെയ്യുന്നത് ന്യൂക്ലിയർ വേസ്റ്റ് എങ്ങനെ കുറക്കാന്നുള്ളതാണ് അവന്റെ റിസർച്ച്. അമേരിക്കയിൽ ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വേസ്റ്റ് എഞ്ചിനീയർ എന്നാ പറയാം. വേസ്റ്റിൽ എങ്ങനെ അതിന്റെ കെമിസ്ട്രി എങ്ങനെ കുറക്കാന്നാണ്. അപ്പൊ അവൻ എപ്പോഴും ആർഗ്യൂ ചെയ്യുക, എ ഡേ വിൽ കം ന്യൂക്ലിയർ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പവർ. അപ്പോൾ ഓരോരാളും അവരുടെ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ബോധം ഉണ്ടല്ലോ, ഇതാണ് ഫ്യൂവൽ നാളത്തെ. സോളാർ കാരണം എന്താ പറയുക, എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് സോളാർ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു കാലം വരും. ഇപ്പൊ ഓടിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ സ്പീഡ് കുറവും. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. സോളാർ കൊണ്ട് ഓടുന്ന ഓട്ടോറിക്ഷ ഉണ്ട്. സ്റ്റോറേജ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതും ഡയറക്റ്റ് കിട്ടുന്നതും തമ്മിൽ വ്യത്യാസം. ഇതൊക്കെ അതാണ് സ്വിച്ചബിൾ ആവുന്നത്. നമ്മളിപ്പോൾ ഓടിക്കുന്നതും പെട്രോളും ഇലക്ട്രിക്കലും ഇല്ലേ, സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റുന്നല്ലോ ഉപയോഗിക്കാം. അതേപോലെ മാറുന്ന കുറേ സംഭവങ്ങളുണ്ട്. സോളാറൊക്കെ പണ്ടേ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് വളരെ സ്പീഡ് കുറവും, കുറച്ച് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ സ്പീഡേ പോകാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് പറയുന്നത് ഒരു മിനിമം കിലോമീറ്റേഴ്സ് ഓടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിനപ്പുറം വന്നാൽ എന്ത് പറ്റും? പിന്നെ എല്ലായിടത്തും ചാർജ് സ്റ്റേഷൻസ് ഇല്ല, അതിൽ മോണോപ്പൊളി വരും. ഇതൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത ഇൻവെൻഷൻ വരും ചിലപ്പോൾ. പക്ഷേ ഇലക്ട്രിക് കാറുകൾ ഓടിച്ച ആൾക്കാർ മറ്റൊരു കാർ പിന്നെ ഉപയോഗിക്കത്തില്ല. അത്ര അല്ല, ഒന്ന് സൗണ്ട് ഇല്ല, ഒന്ന് വേറെ മെയിൻ്റനൻസ് വേണ്ട, അത് അത്തരം പിന്നെ ചീപ്പറാണ്. സതീഷ് 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ 2 വർഷമായിട്ട് ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വണ്ടിയെ ഉപയോഗിക്കുന്നില്ല. അല്ല, ഈ എഥനോളിന്റെ ഈ ഒരു വ്യവസായ സാധ്യതയുണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു വ്യവസായികളായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ കമ്പനികൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഇന്നത്തെ പത്രത്തിൽ 700 കോടി രൂപ കർഷകർ വലിയ ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൃഷിക്കാർക്ക് കുറച്ചും കൂടി വരുമാനം കൂടും. നമ്മൾ ഓവർ ആവശ്യത്തിലധികം ഫുഡ് ഉപയോഗിക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പുറത്തൊക്കെ ഉള്ള അമേരിക്കൻ ഫ്രണ്ട്സൊക്കെ പറയും, നിങ്ങൾ യു ഈറ്റ് 5 times, ഹൗ ക്യാൻ യു ഡു ദിസ് എന്നൊക്കെ പറഞ്ഞു. അതിന് പകരം അത് ഒഴിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോവാ, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന കുറയ്ക്കുക. അല്ല, ഇതിന്റെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തില് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മദ്യത്തിൽ നിന്നാണല്ലോ. ഈ എഥനോൾ കൊണ്ട് അല്ല, ശരിക്കും മദ്യം ഉണ്ടാക്കാനും സ്പിരിറ്റ് ഉണ്ടാക്കാനും അതെല്ലോ. അപ്പൊ അതിന്റെ ഒരു സാധ്യതയും അത് വീട്ടിൽ നിന്നുണ്ടല്ലോ, കരിമ്പിൽ നിന്നുണ്ടാക്കാം, എല്ലാത്തിലും ഉണ്ടാക്കാം, കശുവണ്ടിയിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പൊ ഈ മാങ്ങയില് ഇനിയിപ്പോ എഥനോൾ ഉണ്ടാക്കുന്ന ആ സാധനം ഡയറക്റ്റ് കുടിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നതല്ലേ? എപ്പോഴും നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ എണ്ണ കൊടുക്കുന്ന സമയത്ത് മഷി ഒഴിച്ചിട്ടാ കൊടുക്കുക. പപ്പടം ചുടും. അതുപോലെ വിളക്ക് കത്തിക്കുന്നതിന് വിളക്ക് തെളിയിക്കാൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് മഷിയും കൂടി ഒഴിച്ചു കൊടുത്താൽ അവിടെ വിശ്വാസമില്ലല്ലേ. ഈ പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, എഥനോൾ അല്ലാണ്ട് വേറെ സാധനം, മെഥനോൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ മരം ഇട്ട് മാറ്റുന്ന സാധനം. ഇതിനൊക്കെ ഈ റബ്ബർ മരത്തിൽ നിന്ന് കിട്ടുന്നതും എല്ലാ പാലുകളും എല്ലാ ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന എത്തനോളായാലും മെത്തനോളായാലും ഇതൊക്കെ ചെറിയ ചെറിയ കെമിസ്ട്രി വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എഥനോൾ കൊണ്ടുള്ള പ്രയോജനം വണ്ടിക്ക് മാത്രമല്ല, മദ്യത്തിനും അത് ഒരു ഗുണകരമാവും. സ്പീഡ് കുറവ്. അല്ല, ഇപ്പോ മറ്റേ പഴങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന വി ഡി സതീശൻ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബക്കാടി ഇഷ്യൂ കാര്യങ്ങളൊക്കെ എല്ലാ കള്ളവാറ്റുകാരും ചെയ്യുന്നത് അവരുടെ വീട്ടിലുണ്ടാക്കുന്നത് വീഞ്ഞുണ്ടാക്കുന്നത് മുന്തിരി ഉപയോഗിച്ചിട്ടും കശുവണ്ടി മാങ്ങ ഉപയോഗിച്ചിട്ടും ഒക്കെയാണ് അതെല്ലാവരും ഉണ്ടാക്കുന്നത് പഴയ കാലങ്ങളിൽ. സതീശ്, ഇത് മനുഷ്യന് എനർജി തരുന്നു, ഇനി അത് വാഹനത്തിലൂടെ എനർജി തരാൻ പോകുന്നു, മാത്രമേ ഉള്ളൂ. എന്തായാലും പുതിയ എനർജി ലോകത്തേക്ക് എല്ലാവരും എനർജി ഉള്ളവരാവട്ടെ. അതെ, പുതിയ ഊർജ്ജ ലോകത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഫുഡ് ടു ഫ്യൂവൽ.